എല്ലാ കൂട്ടുകാർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ചെയ്തെടുത്താലോ വീടൊക്കെ അലങ്കരിക്കുക. അതിനായിട്ട് ഇതുപോലെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചധികം റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ എടുക്കുന്നുണ്ട്. കുറച്ചധികം കട്ട് ചെയ്യാനായിട്ടാണ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിനുള്ളിൽ വരുന്ന ഒരു പെർഫെക്റ്റ് ഒരു സർക്കിൾ ഇതുപോലെ കോമ്പസ് ഉപയോഗിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് കുറച്ചധികം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പ് കിട്ടും. പേപ്പർ അധികം വേസ്റ്റ് ആവില്ല ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു കട്ടിങ് ഇനി ഒരു കട്ടിങ്ങും കൂടെ ഉള്ളൂ. സിമ്പിളാണ്, വേറെ അധികം പരിപാടിയൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്രാഫ്റ്റൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വലിയൊരു ഫാമിലി ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ചധികം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട്ടിങ്ങും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു മിഡിൽ വരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമേ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസിലും ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ മിഡിൽ വരെ കട്ട് ചെയ്തില്ലേ, അപ്പോൾ അതിന് ഒരു 1/2 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ടാക്കി ഗം അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു കോർണർ പോലെയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രേ വേണ്ടുള്ളൂ, ഒത്തിരി അങ്ങനെ ഉള്ളിലോട്ടാക്കി സ്റ്റിക്ക് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാമേ. കാണുമ്പോൾ ഫ്ലവറിൻ്റെ ലുക്കൊന്നും ഇല്ലെങ്കിലും ഇത് കുറച്ചധികം പല നിറത്തിൽ ചെയ്ത് കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡിൽ ചെയ്തിട്ട് ഫ്ലവേഴ്സിലൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫ്ലോറൽ വയറിൽ ഗ്രീൻ ടൈപ്പ് ഇതുപോലെ ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അറിയാണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇനി ഓരോ വയറെടുത്ത ശേഷം അതിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റി ഒരു 2-3 വട്ടം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. ടൂൾസ് ഒന്നും വേണ്ട. എന്നിട്ട് ബാക്കി പോർഷൻ താഴോട്ട് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഇതുപോലെ ബെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഫ്ലോറൽ വയറിൽ ഇതുപോലെ ഒന്ന് ടോപ്പ് പോർഷൻ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ആ വേറെ എടുത്ത ശേഷം പേപ്പറിൻ്റെ ഇതുപോലെ ഒന്ന് മിഡിൽ പോർഷനിലൂടെ ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പേപ്പറും അതുപോലെ തന്നെ വയറും ടച്ച് ആവുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പമല്ലേ, എല്ലാ കൂട്ടുകാർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പല കളേഴ്സിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചധികം കളേഴ്സിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.